ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്നത് തലശ്ശേരി റെസ്റ്റോറന്റ് കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാമായ നടനും സംവിധായകനുമായ നിസാർ ടി, അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടറായ റഫീഖ്, നമ്മളെ ബംഗാളി ബ്ലോഗറായ നമ്മളെ മാമു. അപ്പൊ ഞങ്ങൾ പോകുന്ന വിശേഷങ്ങൾ കാണിക്കുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഇത് ഞങ്ങള് കണ്ണൂർ ബേസ് ആയിട്ടുള്ള തലശ്ശേരി റെസ്റ്റോറന്റിലോട്ടാണ് നോമ്പുറപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു തലശ്ശേരിക്കാരൻ നമ്മളെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഫുഡിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞുതരും. എന്താ കണ്ണൂരിനെ പറ്റി പറയാനുള്ളത്? ഫുഡിനെ പറ്റിയിട്ട് കണ്ണൂരെ പറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, സ്പെഷ്യലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ണൂര് തലശ്ശേരി ഐറ്റംസ് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാലോ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. പലഹാരങ്ങൾ കണ്ടുപിടിച്ചത് തന്നെ ഈ തലശ്ശേരിക്കാരെന്ന് പറഞ്ഞിട്ടാണ്. അതിനെപ്പറ്റി കൂടുതൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മൾ പ്രേക്ഷകർ അറിയാത്ത ആൾക്കാർ, നമ്മളെ പ്രേക്ഷകർ നൽകുമ്പോൾ തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ നിറഞ്ഞു നടക്കുന്ന ഈ സബ്സ്ക്രൈബുള്ള ആൾക്കാർ നമ്മള്. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ കണ്ണൂരിനെ പറ്റി എന്താ സ്പെഷ്യൽ എന്ന് അറിയില്ല. സ്പെഷ്യൽ എന്നാ ഇല്ലാത്ത കണ്ണൂര് തലശ്ശേരി? അതും ശരിയാ. അത് പലഹാരങ്ങളുടെ കലവറ സൃഷ്ടിച്ച നാടാണ് അല്ലേ? തീർച്ചയായും ഒരുപാട് കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് പണ്ടൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ണൂരിന്ന് പിന്നീട്ടൊന്നും. അതെല്ലാം എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചെയ്യുന്ന വീഡിയോ കണ്ടാലും മതിയല്ലോ. യെസ്, അത് പോയിന്റാ. പിന്നെ സുഹൃത്തുക്കളെ, എല്ലാ ആൾക്കാരും ചോദിക്കും പോലെ മുരളി ചേട്ടന്റെ ഡിന്നർ ലിസ്റ്റ് ഞാൻ നാളെ വെളിപ്പെടുത്തുന്നതായിരിക്കും. അതും കൂടി അഡ്വാൻസ് ആയിട്ട് എനിക്ക് പറയുന്നത്, ഇത് ഇഫ്താറിന്റെ ഒരു വീഡിയോ ആണെങ്കിലും അതും കൂടി ഞാൻ ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നാളെ ഞാൻ 4 മണിക്ക് അതിലേക്കുള്ള വീഡിയോയും തെളിവും സ്ക്രീൻഷോട്ടും ഫോട്ടോസും എല്ലാം തെളിവായിട്ട് നാളെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. മക്കളെ വളർത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ആൾക്കാർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് കണ്ടോ? ഈനൊക്കെ ആയിട്ടാണ് നമ്മൾ ആൾക്കാരൊക്കെ തിരിച്ചിതാക്കുന്നത്. അയാൾ നോക്കിച്ചോ ഇല്ലാണ്ടായി പോയി. അയാളെ ബാങ്ക് കേൾക്കണം, വേഗം പോവാം. മക്കളെ തലശ്ശേരി എത്തി. അവിടെ ബഫേണ്ട ചാതിന്റെ ഒരുപാട് തലശ്ശേരികൾ കൊണ്ട് ഏതാണ് തലശ്ശേരി, ഏതാണ് കൂത്തറമ്പ്, ഏതാണ് കൂപ്പാട്, ഏതാണ് പാനൂർ അറിയാൻ പറ്റുന്നില്ല. അതൊക്കെ ഞങ്ങൾ പ്ലാൻ മാറ്റി. ഏത് ഊതുമത്തെ പാരിസ് ഹോട്ടലിലാണ് ഇന്നത്തെ നോമ്പ് തുറ. തലശ്ശേരി തുറക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, കാലിക്കറ്റ് ഉണ്ട്. അതെ, ഒരു വീഡിയോ ഇട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് എല്ലാം ആക്കിയിട്ട് 100K അടിച്ചാൽ 3500 റുപ്പീസാണ് കിട്ടുന്നത്. അത്ര കഷ്ടപ്പെട്ടിട്ട് 3500 റുപ്പീ കിട്ടണം. അത് മീതിക്ക് മതിയാവോ? അല്ലേ നോമ്പറൊക്കെ മതിയാവോ? ഇല്ല, ഒരു ഐക്കൂറൊക്കെ ഉണ്ട് 4800. പിന്നെ പറയുമ്പോൾ 2 മില്യൺ 3 മില്യൺ 5 മില്യൺ ആൾക്കാർക്ക് മുതലാവും. അല്ലാത്തവർക്ക് മുതലാവില്ല. മുതലാവണ്ടേ? തെരഞ്ഞെടുത്ത ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ഹോട്ടലാണ് പാരിസ് റെസ്റ്റോറന്റ്. പാരീസിൽ ചാൻസ് ഇല്ല. പാരീസിൽ ബുക്ക് ചെയ്യണം. ഞങ്ങൾക്ക് റെഡി ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങള് ബാങ്കെടുക്കാനായിരിക്കും. കിറ്റെടുത്ത് നോമ്പറക്കണം തോന്നുന്നുണ്ട്. നോമ്പറക്കുന്നത് ഈ ഒരു ക്യാപ്റ്റേരിയനാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ക്യാപ്റ്റേരിയാണ്. വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഖദർ ഭായ് ജൽദി ജാओ. ഗ്രാൻഡ് നോമ്പറക്കാൻ വേണ്ടി വന്നൊരാണ്. എന്നാലും കുഴപ്പമില്ല. നോമ്പറക്ക് എന്ത് ഗ്രാൻഡ്. പണ്ടൊക്കെ വെറും കഞ്ഞി മാത്രം കുട്ടികളുടെ സമയം ഉണ്ടായിരുന്നു. ഗ്രാൻഡ് ഈ അടുത്ത കാലത്ത് തുടങ്ങിയല്ലോ. നമ്മള് ഈ ക്യാപ്റ്റേരിയ നോമ്പർ നോക്കാം. ആകാശ് ഇടി വ്യൂ ഒന്നും അറിയണമല്ലോ. നോമ്പറക്കുന്ന ഐറ്റംസ് വന്നതുകൊണ്ട് അവസാനം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് മെഹഫിൽ റെസ്റ്റോറൻറ്റ്. നല്ല സൂപ്പർ ബിരിയാണി ഇവിടുത്തെ. എന്നാൽ ഇവിടുത്തെ വീഡിയോ അവസാനിക്കുന്നുണ്ട്. ഇനി പാർട്ട് 2 ആയിട്ട് നാളെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.